പ്രഭാസിന്റെ ഒരു വിജയ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് വർഷങ്ങൾ പിന്നിടുമ്പോഴും ആരാധകർ തുടരുകയാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് പ്രഭാസിന്റെ ഓരോ പുതിയ ചിത്രങ്ങൾ എത്തുമ്പോഴും ആരാധകർ കാത്തിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷയെ തൃപ്തിപ്പെടുത്താൻ പ്രഭാസിന്റെ ഒരു ചിത്രത്തിനും പിന്നീട് ഇതുവരെ സാധിച്ചിട്ടില്ല. ബാഹുബലിയുടെ 2 ഭാഗങ്ങളും തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓളം സൃഷ്ടിക്കാൻ മറ്റൊരു സിനിമയ്ക്കും കഴിയാത്തത് തന്നെയാണ് ആരാധകരുടെ വിഷമം. സാഹോ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയ സമയത്ത് പ്രേക്ഷകർ വലിയ ആകാംക്ഷയോടെയാണ് വരവേറ്റത്. എന്നാൽ ചിത്രം പ്രതീക്ഷിച്ചതുപോലെ പ്രേക്ഷകരിൽ ചലനമുണ്ടാക്കിയില്ല. സാമ്പത്തികപരമായി നഷ്ടമുണ്ടാവില്ലെങ്കിലും പ്രേക്ഷക പ്രതികരണങ്ങളിൽ ഈ ചിത്രങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. പിന്നീട് രാധേശ്യാം എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പിന്നാലെ ആദിപുരുഷം എത്തിയെങ്കിലും വമ്പൻ തകർച്ചയാണ് നേരിട്ടത്. പിന്നീടെത്തിയ സലാറിനും സമ്മിശ്ര പ്രതികരണമാണ് നേടാനായത്. ഇനി പ്രഭാസ് നായകനായി എത്തുന്ന കൽക്കി എന്ന ചിത്രത്തിലാണ് ആരാധകരുടെ പ്രതീക്ഷ. തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു ഉഗ്രൻ സൈഫൈ ചിത്രം വരുന്നു എന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. കൽക്കി 2898 AD എന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ പേര്. പ്രൊജക്ട് കെ എന്നായിരുന്നു താൽക്കാലികമായി ചിത്രത്തിന് പേര് നൽകിയിരുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വമ്പൻ തുകയ്ക്ക് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സിന്റെ വിൽപ്പന നടന്നിരിക്കുകയാണ്. 110 കോടിയാണ് ചിത്രത്തിന്റെ ഹിന്ദി ഡിജിറ്റൽ റൈറ്റ്സ് മാത്രം വിറ്റുപോയിരിക്കുന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ. അതിന് കാരണം ചിത്രത്തിൽ ബോളിവുഡിന്റെ ബിഗ് ബി അമിതാഭ് ബച്ചനും ദീപിക പദുക്കോണും അഭിനയിക്കുന്നു എന്നത് തന്നെയാവണം. എന്തായാലും ഹിന്ദിയിൽ മാത്രം ഇത്രയും വലിയ തുകയ്ക്ക് വിൽപ്പന നടന്ന സ്ഥിതിക്ക് മറ്റു ഭാഷകളിലേക്ക് കൂടി എത്തുമ്പോൾ ഏറ്റവും ഉയർന്ന ഡിജിറ്റൽ റൈറ്റ്സ് തുക ലഭിച്ച ചിത്രമായി കൽക്കി മാറിയേക്കും. പ്രഭാസിനെ നായകനാക്കി നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോ പുറത്തു വന്ന് 24 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ 15 മില്യണിലധികം കാഴ്ചക്കാരെയാണ് നേടിയിരുന്നത്. ഇന്ത്യൻ സിനിമയിൽ അത്ര പരിചിതമല്ലാത്ത ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്ന് വ്യക്തമാക്കുന്ന ടീസറിന് സമാനമായ ഗ്ലിംസ് വീഡിയോയാണ് സിനിമാ പ്രേമികൾക്കിടയിൽ ആ സമയത്ത് ചർച്ചയായത്. ഈ വീഡിയോയ്ക്ക് മുൻപ് പുറത്തു വന്ന ഫസ്റ്റ് ലുക്ക് വൻ വിമർശനമായിരുന്നു നേടിയത്. ചിത്രം 2 ഭാഗങ്ങളായിട്ടാണ് പുറത്തു വരുന്നത്. ആദ്യ പാർട്ട് 2024 ജനുവരി 12 റിലീസാകുമെന്ന റിപ്പോർട്ടുകളാണ് ആദ്യം പുറത്തു വന്നത്. എന്നാൽ പിന്നീട് മെയ് മാസത്തിലേക്ക് റിലീസ് നീട്ടിയതായുള്ള വിവരങ്ങളും വന്നു. ജനുവരിയിലെ സംക്രാന്തി പൊങ്കൽ സീസണിൽ എത്തേണ്ടിയിരുന്ന ചിത്രത്തിന്റെ റിലീസ് നീട്ടിയതിനു പിന്നിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് ലഭിച്ച പ്രതികരണങ്ങളാണ് എന്ന സൂചനകൾ വന്നിരുന്നു. ചിത്രത്തിന്റെ VFX ജോലികൾ ഇനിയും ബാക്കിയുണ്ടെന്നാണ് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ. നിർമ്മാണ കമ്പനിയായ വൈജയന്തി മൂവീസിന്റെ അശ്വിനി ദത്ത് മെയ് 9 എന്ന തീയതി സിനിമയുടെ റിലീസിനായി തിരഞ്ഞെടുത്തു എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ തീയതി തിരഞ്ഞെടുത്തതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. വൈജയന്തി മൂവീസിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ മുൻ സിനിമകളൊക്കെ ഇതേ ദിവസമാണ് തിയേറ്ററുകളിൽ എത്തിയിട്ടുള്ളത്. മെയ് 9 ഒരു ഭാഗ്യദിനമായി കണക്കാക്കിയാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വെളിപ്പെടുത്തുന്നത്. കമൽഹാസൻ, ദിഷ പട്ടാനി തുടങ്ങിയവർ കൂടി വേഷമിടുന്ന ചിത്രത്തിൽ ക്യാമിയോ റോളുകളിൽ സൂര്യയും ദുൽഖർ സൽമാനും എത്തുന്നു എന്ന ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. 600 കോടി ബജറ്റിൽ ഒരുക്കുന്ന ചിത്രത്തിൽ 8 മാസം നീണ്ടുനിന്ന VFX വർക്കാണ് നിലവിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് വിവരം.